2. അനവധി സമ്പത്തിലും സൽകീർത്തിയും വെള്ളിയിലും പൊന്നിലും കൃപയും നല്ലത് ധനവാനും ദരിദ്രനും തമ്മിൽ കാണുന്നു. അവരെയൊക്കെ ഉണ്ടാക്കിയവൻ യഹോവ തന്നെ. വിവേകമുള്ളവൻ അനർത്ഥം കണ്ട് ഒളിച്ചുകൊള്ളുന്നു. അല്പബുദ്ധികളോ നേരെ ചെന്ന് ഛേദപ്പെടുന്നു. താഴ്മയ്ക്കും യഹോഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു. വക്രന്റെ വഴിയിൽ മുള്ളും കൊടുക്കുമുണ്ട്. തന്റെ പ്രാണനെ സൂക്ഷിക്കുന്നവൻ അവയോട് അകന്നിരിക്കട്ടെ. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ധനവാൻ ദരിദ്രന്മാരെ ഭരിക്കുന്നു. കടം മേടിക്കുന്നവൻ കടം കൊടുക്കുന്നവന് ദാസൻ. നീതികേട് വിതയ്ക്കുന്നവൻ ആപത്ത് കൊയ്യും. അവന്റെ കോപത്തിന്റെ വടി ഇല്ലാതെയാകും. ദയാകടാക്ഷമുള്ളവൻ അനുഗ്രഹിക്കപ്പെടും. അവൻ തന്റെ ആഹാരത്തിൽ നിന്ന് അഗതിക്ക് കൊടുക്കുന്നുവല്ലോ. പരിഹാസിയെ നീക്കിക്കളയുക, അപ്പോൾ പിടക്കം പോയിക്കൊള്ളും. കളവും നിന്നയിൽ നിന്നു പോകും. ഹൃദയശുദ്ധി ഇഷ്ടപ്പെടുന്നവന് അതിൽ ലാവണ്യമുണ്ട്. രാജാവ് അവന്റെ സ്നേഹിതൻ. യഹോവയുടെ കണ്ണ് പരിജ്ഞാനമുള്ളവനെ കാക്കുന്നു. ദ്രോഹികളുടെ വാക്കോ അവൻ മറിച്ചു കളയുന്നു. വെളിയിൽ സിംഹമുണ്ട്, വീതിയിൽ എനിക്ക് ജീവഹാനി വരുമെന്ന് മടിയൻ പറയുന്നു. പരസ്ത്രീയുടെ വായ ആഴമുള്ള കുഴിയാകുന്നു. യഹോവയാൽ രചിക്കപ്പെട്ടവൻ അതിൽ വീഴും. ബാലന്റെ ഹൃദയത്തോട് ഭോഷത്വം പറ്റിയിരിക്കുന്നു. ശിക്ഷയ്ക്കുള്ള വടി അതിനെ അവനിൽ നിന്ന് അകറ്റിക്കളയും. ആദായം ഉണ്ടാകേണ്ടതിന് എളിയവനെ പീഡിപ്പിക്കുന്നവനും ധനവാന് കൊടുക്കുന്നവനും മുട്ടുള്ളവനായി തീരും. ജ്ഞാനികളുടെ വചനങ്ങളെ ചെവിചായ്ച്ച് കേൾക്കുക. എന്റെ പരിജ്ഞാനത്തിന് മനസ്സ് വയ്ക്കുക. അവയെ നിന്റെ ഉള്ളിൽ സൂക്ഷിക്കുന്നതും നിന്റെ ആഗ്രഹങ്ങളിൽ അവയൊക്കെ മുറച്ചിരിക്കുന്നതും മനോഹരം. നിന്റെ ആശ്രയം യഹോവയിലായിരിക്കേണ്ടതിന് ഞാൻ ഇന്ന് നിന്നോട് തന്നെ ഉപദേശിച്ചിരിക്കുന്നു. നിന്നെ അയച്ചവർക്ക് നീ നേരുള്ള മറുപടി കൊണ്ടുപോകേണ്ടതിന് നിനക്ക് നേരുള്ള മറുപടിയുടെ നിശ്ചയം അറിയിച്ചു തരുവാൻ ആലോചനയും പരിജ്ഞാനവും അടങ്ങിയ സാരം സംഗതികളെ ഞാൻ നിനക്ക് എഴുതിയിട്ടുണ്ടല്ലോ. എളിയവനോട് അവൻ എളിയവനാകുക കൊണ്ട് കവർച്ച ചെയ്യരുത്. അരിഷ്ടനെ പടിവാതിൽക്കൽ വെച്ച് പീഡിപ്പിക്കുകയും അരുത്. യഹോവ അവരുടെ വ്യവഹാരം നടത്തും. അവരെ കൊള്ളയിട്ടവരുടെ ജീവനെ കൊള്ളയിടും. കോപശീലനോട് സഖ്യത്വം അരുത്. ക്രോധമുള്ള മനുഷ്യനോടുകൂടെ നടക്കുകയും അരുത്. നീ അവന്റെ വഴികളെ പഠിക്കുവാനും നിന്റെ പ്രാണൻ കെണിയിൽ അകപ്പെടുവാനും സംഗതി വരരുത്. നീ കൈയടിക്കുന്നവരുടെ കൂട്ടത്തിലും കടത്തിന് ജാമ്യം നിൽക്കുന്നവരുടെ കൂട്ടത്തിലുമായി പോകരുത്. വീട്ടുവാൻ നിനക്ക് വകയില്ലാതെ വന്നിട്ട് നിന്റെ കീഴിൽ നിന്ന് നിന്റെ മെത്ത എടുത്തു കളയുവാൻ ഇടവരുത്തുന്നത് എന്തിന്? നിന്റെ പിതാക്കന്മാർ ഇട്ടിരിക്കുന്ന പണ്ടത്തെ അതിര് നീ മാറ്റരുത്. പ്രവൃത്തിയിൽ സാമർത്ഥ്യമുള്ള പുരുഷനെ നീ കാണുന്നുവോ? അവൻ രാജാക്കന്മാരുടെ മുൻപിൽ നിൽക്കും, നീതന്മാരുടെ മുൻപിൽ അവൻ നിൽക്കുകയില്ല. അധ്യായം 23. നീ അധിപതിയോടുകൂടെ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ നിന്റെ മുൻപിലിരിക്കുന്നവൻ ആരെന്ന് കരുതിക്കൊള്ളുക. നീ ഭോജനപ്രിയനാകുന്നുവെങ്കിൽ നിന്റെ തൊണ്ടയ്ക്ക് ഒരു കത്തി വെച്ചു കൊള്ളുക. അവന്റെ സ്വാദു ഭോജനങ്ങളെ കൊതിക്കരുത്, അവ വഞ്ചിക്കുന്ന ഭോജനമല്ലോ. ധനവാനാകേണ്ടതിന് പണിപ്പെടരുത്, അതിനായുള്ള ബുദ്ധി വിട്ടുകളയുക. നിന്റെ ദൃഷ്ടി ധനത്തിന്മേൽ പതിക്കുന്നത് എന്തിന്? അതില്ലാതെയായി പോകുമല്ലോ. കഴുകൻ ആകാശത്തേക്ക് എന്ന പോലെ അത് ചിറകെടുത്ത് പറന്നു കളയും. കണ്ണുകടിയുള്ളവന്റെ അപ്പം തിന്നരുത്, അവന്റെ സ്വാദുഭോജ്യങ്ങളെ ആഗ്രഹിക്കുകയും അരുത്. അവൻ തന്നെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെ ആകുന്നു. തിന്നു കുടിച്ചു കൊള്ളുക എന്നവൻ നിന്നോട് പറയും. അവന്റെ ഹൃദയമോ നിനക്ക് അനുകൂലമല്ല. നീ തിന്ന കഷ്ണം ഛർദ്ദിച്ചു പോകും, നിന്റെ മാതൃവാക്ക് നഷ്ടമായെന്നും വരും. ഭോഷൻ കേൾക്കെ നീ സംസാരിക്കരുത്, അവൻ നിന്റെ വാക്കുകളുടെ ജ്ഞാനത്തെ നിരസിച്ചു കളയും. പണ്ടേയുള്ള അതിര് നീക്കരുത്, അനാഥന്മാരുടെ നിലം ആക്രമിക്കുകയും അരുത്. അവരുടെ പ്രതികാരകൻ ബലവാനല്ലോ, അവർക്ക് നിന്നോടുള്ള വ്യവഹാരം അവൻ നടത്തും. നിന്റെ ഹൃദയം പ്രബോധനത്തിനും നിന്റെ ചെവി പരിജ്ഞാന വജ്രങ്ങൾക്കും സമർപ്പിക്കുക. ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുത്, വടികൊണ്ടടിച്ചാൽ അവൻ ചത്തുപോവുകയില്ല. വടികൊണ്ട് അവനെ അടിക്കുന്നതിനാൽ നീ അവന്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് വിടുവിക്കും. മകനെ, നിന്റെ ഹൃദയം ജ്ഞാനത്തെ പഠിച്ചാൽ എന്റെ ഹൃദയവും സന്തോഷിക്കും.
നിന്റെ അതിരം നേര് സംസാരിച്ചാൽ എന്റെ അന്തരംഗങ്ങൾ ആനന്ദിക്കും. നിന്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത്. നീ എല്ലായ്പ്പോഴും യഹോഭക്തിയോടെ ഇരിക്കുക. ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല. മകനെ, കേട്ട് ജ്ഞാനം പഠിക്കുക. നിന്റെ ഹൃദയത്തെ നേർവഴിയിൽ നടത്തിക്കൊള്ളുക. നീ വീഞ്ഞു കുടിക്കുന്നവരുടെ കൂട്ടത്തിലും മാംസഭോജനപ്രിയരുടെ ഇടയിലും ഇരിക്കരുത്. കുടിയനും അതിഭക്ഷകനും ദരിദ്രരായി തീരും. നിദ്രാലത്വം പഴത്തുണി ഒടുക്കുമാറാക്കും. നിന്നെ ജനിപ്പിച്ച അപ്പന്റെ വാക്ക് കേൾക്കുക. നിന്റെ അമ്മ വൃദ്ധയായിരിക്കുമ്പോൾ അവളെ നിന്ദിക്കരുത്. നീ സത്യം വിൽക്കുകയല്ല, വാങ്ങുകയത്രേ വേണ്ടത്. ജ്ഞാനവും പ്രബോധനവും വിവേകവും അങ്ങനെ തന്നെ. നീതിമാന്റെ അപ്പൻ ഏറ്റവും ആനന്ദിക്കും. ജ്ഞാനിയുടെ ജനകൻ അവനിൽ സന്തോഷിക്കും. നിന്റെ അമ്മയപ്പന്മാർ സന്തോഷിക്കട്ടെ. നിന്നെ പ്രസവിച്ചവൾ ആനന്ദിക്കട്ടെ. മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരിക. എന്റെ വഴി നിന്റെ കണ്ണിന് ഇമ്പമായിരിക്കട്ടെ. വേശ്യാസ്ത്രീ ആഴമുള്ള കുഴിയും പരസ്ത്രീ ഇടുക്കമുള്ള കിണറുമാകുന്നു. അവൾ പിടിച്ചുപറിക്കാരനെ പോലെ പതിയിരിക്കുന്നു. മനുഷ്യരിൽ ദ്രോഹികളെ വർദ്ധിപ്പിക്കുന്നു. ആർക്ക് കഷ്ടം, ആർക്ക് സങ്കടം, ആർക്ക് കലഹം, ആർക്ക് ആവലാതി, ആർക്ക് അനാവശ്യമായ മുറിവുകൾ, ആർക്ക് കൺചുവപ്പ്. വീഞ്ഞു കുടിച്ചുകൊണ്ട് നേരം വഹിക്കുന്നവർക്കും മദ്യം രുചിച്ചു നോക്കുവാൻ പോകുന്നവർക്കും തന്നെ. വീഞ്ഞ് ചുവന്ന പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നീ നോക്കരുത്. ഒടുക്കം അത് സർപ്പം പോലെ കടിക്കും, അണരി പോലെ കൊത്തും. നിന്റെ കണ്ണ് പരസ്ത്രീകളെ നോക്കും. നിന്റെ ഹൃദയം വക്രത പറയും. നീ നടുക്കടലിൽ ശയിക്കുന്നവനെ പോലെയും പാമരത്തിന്റെ മുകളിൽ ഉറങ്ങുന്നവനെ പോലെയും ആകും. അവർ എന്നെ അടിച്ചു, എനിക്ക് നൊന്തില്ല. അവർ എന്നെ തല്ലി, ഞാൻ അറിഞ്ഞതുമില്ല. ഞാൻ എപ്പോൾ ഉണരും, ഞാൻ ഇനിയും അത് തന്നെ തേടും എന്ന് നീ പറയും. അധ്യായം 24. ദുഷ്ടന്മാരോട് അസൂയപ്പെടരുത്. അവരോടുകൂടി ഇരിക്കുവാൻ ആഗ്രഹിക്കുകയും അരുത്. അവരുടെ ഹൃദയം സാഹസം ചിന്തിക്കുന്നു. അവരുടെ അതിരം വേണ്ടാതീനം പറയുന്നു. ജ്ഞാനം കൊണ്ട് ഭവനം പണിയുന്നു. വിവേകം കൊണ്ട് അത് സ്ഥിരമായി വരുന്നു. പരിജ്ഞാനം കൊണ്ട് അതിന്റെ മുറികളിൽ വിലയേറിയതും മനോഹരവുമായ സകല സമ്പത്തും നിറഞ്ഞു വരുന്നു. ജ്ഞാനിയായ പുരുഷൻ ബലവാനാകുന്നു. പരിജ്ഞാനമുള്ളവൻ ബലം വർദ്ധിപ്പിക്കുന്നു. ഭരണ സാമർത്ഥ്യത്തോടെ നീ യുദ്ധം നടത്തി ജയിക്കും. മന്ത്രിമാരുടെ ബോധത്തിൽ രക്ഷയുണ്ട്. ജ്ഞാനം ഭോഷന് അത്യുന്നതമായിരിക്കുന്നു. അവൻ പട്ടണവാതിൽക്കൽ വായു തുറക്കുന്നില്ല. ദോഷം ചെയ്യുവാൻ നിരൂപിക്കുന്നവനെ ദുഷ്കർമ്മി എന്ന് പറഞ്ഞു വരുന്നു. ഭോഷന്റെ നിരൂപണം പാപം തന്നെ. പരിഹാസി മനുഷ്യർക്ക് വെറുപ്പാകുന്നു. കഷ്ടകാലത്ത് നീ കൊഴിഞ്ഞു പോയാൽ നിന്റെ ബലം നഷ്ടം തന്നെ. മരണത്തിന് കൊണ്ടുപോകുന്നവരെ വിടുവിക്കുക. കൊലയ്ക്കായി വെറുതെ ചെല്ലുന്നവരെ രക്ഷിക്കുവാൻ നോക്കുക. ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് നീ പറഞ്ഞാൽ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവൻ ഗ്രഹിക്കുകയില്ലയോ? നിന്റെ പ്രാണനെ കാക്കുന്നവൻ അറിയുകയില്ലയോ? അവൻ മനുഷ്യന് പ്രവർത്തിക്ക് തക്കവണ്ണം പകരം കൊടുക്കുകയില്ലയോ? മകനെ, തേൻ തിന്നുക, അത് നല്ലതല്ലോ. തേൻ കെട്ടാ നിന്റെ അണ്ണാക്കിന് മധുരമത്രേ. ജ്ഞാനവും നിന്റെ ഹൃദയത്തിന് അങ്ങനെ തന്നെയെന്ന് അറിയുക. നീ അത് പ്രാപിച്ചാൽ പ്രതിഫലമുണ്ടാകും. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല. ദുഷ്ട, നീ നീതിമാന്റെ പാർപ്പിടത്തിന് പതിയിരിക്കരുത്. അവന്റെ വിശ്രാമ സ്ഥലത്തെ നശിപ്പിക്കുകയും അരുത്. നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും. ദുഷ്ടന്മാരോ അനർത്ഥത്തിൽ നശിച്ചുപോകും. നിന്റെ ശത്രു വീഴുമ്പോൾ സന്തോഷിക്കരുത്. അവൻ ഇടറുമ്പോൾ നിന്റെ ഹൃദയം ആനന്ദിക്കരുത്. യഹോവ കണ്ടിട്ട് അവൻ ഇഷ്ടക്കേടാകുവാനും തന്റെ കോപം അവങ്ങളിൽ നിന്ന് മാറ്റിക്കളയുവാനും മതി. ദുഷ്പ്രവർത്തിക്കാർ നിമിത്തം മുഷിയരുത്. ദുഷ്ടന്മാരോട് അസൂയപ്പെടുകയും അരുത്. ദോഷിക്ക് പ്രതിഫലമുണ്ടാകുകയില്ല. ദുഷ്ടന്റെ വിളക്ക് കെട്ടുപോകും. മകനെ, യഹോവയെയും രാജാവിനെയും ഭയപ്പെടുക. മത്സരികളോട് ഇടപെടരുത്. അവരുടെ ആപത്ത് പെട്ടെന്ന് വരും. രണ്ടു കൂട്ടർക്കും വരുന്ന നാശം ആരറിയുന്നു? ഇവയും ജ്ഞാനികളുടെ വാക്യങ്ങൾ. ന്യായവിസ്താരത്തിൽ മുഖദാക്ഷിണ്യം നന്നല്ല. ദുഷ്ടനോട് നീ നീതിമാൻ എന്ന് പറയുന്നവനെ ജാതികൾ ശപിക്കുകയും വംശങ്ങൾ വെറുക്കുകയും ചെയ്യും. അവനെ ശാസിക്കുന്നവർക്കോ നന്മയുണ്ടാകും. നല്ലൊരനുഗ്രഹം അവരുടെ മേൽ വരും.
നേരുള്ള ഉത്തരം പറയുന്നവൻ അതിരങ്ങളെ ചുംബനം ചെയ്യുന്നു. വെളിയിൽ നിന്റെ വേല ചെയ്യുക, വയലിലെല്ലാം തീർക്കുക, പിന്നത്തേതിൽ നിന്റെ വീട് പണിയുക. കാരണം കൂടാതെ കൂട്ടുകാരന് വിരോധമായി സാക്ഷി നിൽക്കരുത്. നിന്റെ അതിരം കൊണ്ട് ചതിക്കുകയും വരുത്. അവൻ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവനോട് ചെയ്യുമെന്നും ഞാൻ അവന് അവന്റെ പ്രവൃത്തിക്ക് പകരം കൊടുക്കുമെന്നും നീ പറയരുത്. ഞാൻ മടിയന്റെ കണ്ടത്തിനരികെയും ബുദ്ധിഹീൻ എന്റെ മുന്തിരിത്തോട്ടത്തിന് സമീപയും കൂടി പോയി. അവിടെ മുള്ളു പടർന്ന് പിടിച്ചിരിക്കുന്നതും തൂവ നിറഞ്ഞ് നിലം മൂടിയിരിക്കുന്നതും അതിന്റെ കന്മതിൽ ഇടിഞ്ഞു കിടക്കുന്നതും കണ്ടു. ഞാൻ അത് നോക്കി വിചാരിക്കുകയും അത് കണ്ട് ഉപദേശം പ്രാപിക്കുകയും ചെയ്തു. കുറെ കൂടെ ഉറക്കം, കുറെ കൂടെ നിദ്ര, കുറെ കൂടെ കൈകെട്ടി കിടക്കുക. അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും നിന്റെ ബുദ്ധിമുട്ട് ആയുധപാണിയെ പോലെയും വരും. അധ്യായം 25. ഇവയും ശലോമോന്റെ സദൃശവാക്യങ്ങൾ. യഹൂദ രാജാവായ ഹിസ്കിയാവിന്റെ ആളുകൾ അവയെ ശേഖരിച്ചിരിക്കുന്നു. കാര്യം മറച്ചു വെക്കുന്നത് ദൈവത്തിന്റെ മഹത്വം, കാര്യം ആരായുന്നതോ രാജാക്കന്മാരുടെ മഹത്വം. ആകാശത്തിന്റെ ഉയരവും ഭൂമിയുടെ ആഴവും രാജാക്കന്മാരുടെ ഹൃദയവും അഗോചരം. വെള്ളിയിൽ നിന്ന് കീടം നീക്കിക്കളഞ്ഞാൽ തട്ടാന് ഒരു ഉരുപ്പടി കിട്ടും. രാജസന്നിധിയിൽ നിന്ന് ദുഷ്ടനെ നീക്കിക്കളഞ്ഞാൽ അവന്റെ സിംഹാസനം നീതിയാൽ സ്ഥിരപ്പെടും. രാജസന്നിധിയിൽ വമ്പ് കാണിക്കരുത്, മഹാന്മാരുടെ സ്ഥാനത്ത് നിൽക്കുകയും വരുത്. നീ കണ്ടിരുന്ന പ്രഭുവിന്റെ മുൻപിൽ നിനക്ക് താഴ്ച ഭവിക്കുന്നതിനേക്കാൾ ഇവിടെ കയറി വരിക എന്ന് നിന്നോട് പറയുന്നത് നല്ലത്. ബന്ധപ്പെട്ട വ്യവഹാരത്തിന് പുറപ്പെടരുത്, അല്ലെങ്കിൽ ഒടുക്കം കൂട്ടുകാരൻ നിന്നെ ലജ്ജിപ്പിച്ചാൽ നീ എന്ത് ചെയ്യും? നിന്റെ വഴക്ക് കൂട്ടുകാരനുമായി പറഞ്ഞു തീർക്കുക, എന്നാൽ മറ്റൊരുത്തിന്റെ രഹസ്യം വെളിപ്പെടുത്തരുത്. കേൾക്കുന്നവൻ നിന്നെ നിന്ദിക്കുവാനും നിനക്ക് തീരാത്ത അപമാനം വരുവാനും ഇടവരരുത്. തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ പോലെ. കേട്ടനുസരിക്കുന്ന കാതിന് ജ്ഞാനിയായൊരു ശാസകൻ പൊൻകടുക്കനും തങ്കം കൊണ്ടുള്ള ആഭരണവുമാകുന്നു. വിശ്വസ്തനായ ദൂതൻ തന്നെ അയക്കുന്നവർക്ക് കൊയ്ത്തുകാലത്ത് ഹിമത്തിന്റെ തണുപ്പ് പോലെ. അവൻ യജമാന്മാരുടെ ഉള്ളം തണുപ്പിക്കുന്നു. ദാനങ്ങളെ ചൊല്ലി വെറുതെ പ്രശംസിക്കുന്നവൻ മഴയില്ലാത്ത മേഘവും കാറ്റും പോലെ ആകുന്നു. ദീർഘശാന്തി കൊണ്ട് ന്യായാധിപന് സമ്മതം വരുന്നു. മൃദുവായുള്ള നാവ് അസ്ഥിയെ നുറുക്കുന്നു. നിനക്ക് തേൻ കിട്ടിയാൽ വേണ്ടുന്നതേ ഭുജിക്കാവൂ. അധികം നിറഞ്ഞിട്ട് ഛർദ്ദിക്കുവാൻ ഇടവരരുത്. കൂട്ടുകാരൻ നിന്നെ കൊണ്ട് മടുത്ത് നിന്നെ വെറുക്കാതിരിക്കേണ്ടതിന് അവന്റെ വീട്ടിൽ കൂടെ കൊടുക്കരുത്. കൂട്ടുകാരന് വിരോധമായ കള്ളസാക്ഷ്യം പറയുന്ന മനുഷ്യൻ മുട്ടികയും വാളും കൂർത്ത അമ്പുമാകുന്നു. കഷ്ടകാലത്ത് വിശ്വാസപാതകനെ ആശ്രയിക്കുന്നത് മുറിഞ്ഞ വല്ലം ഉളുക്കിയ കാലം പോലെ ആകുന്നു. വിഷാദമുള്ള ഹൃദയത്തിന് പാട്ട് പാടുന്നവൻ ശീതകാലത്ത് വസ്ത്രം കളയുന്നത് പോലെയും യവശാരത്തിന്മേൽ ചൊറുക്ക പകർന്നത് പോലെയും ആകുന്നു. ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്നുവാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിക്കുവാൻ കൊടുക്കുക. അങ്ങനെ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കും. യഹോവ നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. വടതിക്കാറ്റ് മഴ കൊണ്ടുവരുന്നു. ഏഷ്ണി വാക്ക് കോപഭാവത്തെ ജനിപ്പിക്കുന്നു. ചണ്ട കൂടുന്ന സ്ത്രീയോടുകൂടെ പൊതുവീട്ടിൽ പാർക്കുന്നതിനേക്കാൾ മേൽപ്പുരയുടെ ഒരു കോണിൽ പാർക്കുന്നത് നല്ലത്. ദാഹമുള്ളവന് തണ്ണീർ കിട്ടുന്നതും ദൂരദേശത്ത് നിന്ന് നല്ല വർത്തമാനം വരുന്നതും ഒരുപോലെ. ദുഷ്ടന്റെ മുൻപിൽ കുലുങ്ങിപ്പോയ നീതിമാൻ കലങ്ങിയ കിണറിനും മല്ലമായ ഉറവിനും സമം. തേനേറെ കുടിക്കുന്നത് നന്നല്ല, പ്രയാസമുള്ളത് ആരായുന്നതോ മഹത്വം. ആത്മസമയമില്ലാത്ത പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെ ആകുന്നു. അധ്യായം 26. വേനൽക്കാലത്ത് ഹിമവും കൊയ്ത്തുകാലത്ത് മഴയും എന്ന പോലെ ഭോഷന് ബഹുമാനം പൊരുത്തമല്ല. ഒരിക്കൽ പാറിപ്പോകുന്നതും മീവൽ പക്ഷി പറന്നു പോകുന്നതും പോലെ കാരണം കൂടാതെ ശാപം പറ്റുകയില്ല. കുതിരയ്ക്ക് ചമ്മട്ടി, കഴുതയ്ക്ക് കടിഞ്ഞാൺ, മൂടന്മാരുടെ മുതുകിന് വടി. നീയും മൂടനെ പോലെ ആകാതിരിക്കേണ്ടതിന് അവന്റെ ഭോഷത്വം പോലെ അവനോട് ഉത്തരം പറയരുത്. മൂടന് താൻ ജ്ഞാനിയെന്ന് തോന്നാതിരിക്കേണ്ടതിന് അവന്റെ ഭോഷത്വത്തിന് ഒത്തവണ്ണം അവനോട് ഉത്തരം പറയുക. മൂടന്റെ കൈവശം വർത്തമാനം വായിക്കുന്നവൻ സ്വന്തകാൽ മുറിച്ചു കളയുകയും അന്യായം കുടിക്കുകയും ചെയ്യുന്നു. മൂടന്മാരുടെ വായിലെ സദൃശവാക്യം മുടന്നിന്റെ കാൽ ഞാന്ന് കിടക്കുന്നത് പോലെ. മൂടന് ബഹുമാനം കൊടുക്കുന്നത് കവണിയിൽ കല്ല് കെട്ടി മുറിക്കുന്നത് പോലെ.
മൂടന്മാരുടെ വായിലെ സദൃശവാക്യം മത്തന്റെ കയ്യിലെ മുള്ളുപോലെ. എല്ലാവരെയും മുറിവേൽപ്പിക്കുന്ന വില്ലാളിയും മൂടരെ കൂലിക്ക് നിർത്തുന്നവനും കണ്ടവരെ കൂലിക്ക് നിർത്തുന്നവനും ഒരുപോലെ. നായ ഛർദിച്ചതിലേക്ക് വീണ്ടും തിരിയുന്നതും മൂടൻ തന്നെ ഭോഷത്വം ആവർത്തിക്കുന്നതും ഒരുപോലെ. തനിക്ക് തന്നെ ജ്ഞാനിയെന്ന് തോന്നുന്ന മനുഷ്യനെ നീ കാണുന്നുവോ? അവനെ കുറിച്ചുള്ളതിനേക്കാളും മൂടനെ കുറിച്ച് അധികം പ്രത്യാശയുണ്ട്. വഴിയിൽ കേസരിയുണ്ട്, തെരുവുകളിൽ സിംഹമുണ്ട് എന്നിങ്ങനെ മടിയൻ പറയുന്നു. കഥക് ചുടിക്കുറ്റിയിലെന്ന പോലെ മടിയൻ തന്നെ കിടക്കയിൽ തിരിയുന്നു. മടിയൻ തന്റെ കൈ തളികയിൽ പൂഴ്ത്തുന്നു. വായിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് അവന് പ്രയാസം. ബുദ്ധിയോടെ പ്രതിപാദിക്കുവാൻ പ്രാപ്തിയുള്ള 7 പേരിലും താൻ ജ്ഞാനി എന്ന് മടിയന് തോന്നുന്നു. തന്നെ സംബന്ധിക്കാത്ത വഴക്കിൽ ഇടപെടുന്നവൻ വഴിയെ പോകുന്ന നായുടെ ചെവിക്ക് പിടിക്കുന്നവനെ പോലെ. കൂട്ടുകാരനെ വഞ്ചിച്ചിട്ട് അത് കളിയെന്ന് പറയുന്ന മനുഷ്യൻ തീക്കൊള്ളുകളും അമ്പുകളും മരണവും എറിയുന്ന ഭ്രാന്തനെ പോലെ ആകുന്നു. വിറകില്ലാതിരുന്നാൽ തീ കെട്ടുപോകും, നുണയനില്ലാതിരുന്നാൽ വഴക്കുമില്ലാതെയാകും. തനി കനലിലും വിറക് തീക്കുമെന്ന പോലെ വഴക്കുകാരൻ കലകം ജനിക്കുന്നതിന് കാരണം. ഏഷ്ണിക്കാരന്റെ വാക്ക് സ്വാദുഭോജനം പോലെ, അത് വയറ്റിന്റെ അറകളിലേക്ക് ചെല്ലുന്നു. സ്നേഹം ജനിക്കുന്ന ആദരവും ദുഷ്ടഹൃദയവും വെള്ളിക്കീടം പൊതിഞ്ഞ മൺകുടം പോലെ ആകുന്നു. വായിക്കുന്നവൻ ആദരം കൊണ്ട് വേഷം ധരിക്കുന്നു, ഉള്ളിലോ അവൻ ചതിവ് സംഗ്രഹിച്ചു വെക്കുന്നു. അവൻ ഇമ്പമായി സംസാരിക്കുമ്പോൾ അവനെ വിശ്വസിക്കരുത്. അവന്റെ ഹൃദയത്തിൽ 7 വെറുപ്പുണ്ട്. അവന്റെ പക കപടം കൊണ്ട് മറച്ചു വെച്ചാലും അവന്റെ ദുഷ്ടത സഭയുടെ മുൻപിൽ വെളിപ്പെട്ടു വരും. കുഴികുടിക്കുന്നവൻ അതിൽ വീഴും, കല്ലുരുട്ടുന്നവന്റെ മേൽ അത് തിരിഞ്ഞുരുളും. ഭോഷ്ക് പറയുന്ന നാവ് അതിനാൽ തകർന്നവനെ ദ്വേഷിക്കുന്നു. മുസ്തുതി പറയുന്ന വായ നാശം വരുത്തുന്നു. അധ്യായം 27. നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത്. ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് അറിയുന്നില്ലല്ലോ. നിന്റെ വായല്ല മറ്റൊരുത്തൻ, നിന്റെ ആദരമല്ല വേറൊരുത്തൻ നിന്നെ സ്തുതിക്കട്ടെ. കല്ല് ഘനമുള്ളതും മണൽ ഭാരമുള്ളതുമാകുന്നു. ഒരു ഭോഷന്റെ നീരസമോ ഇവ രണ്ടിലും ഘനമേറിയത്. ക്രോധം ക്രൂരവും കോപം പ്രളയവുമാകുന്നു. ജാരശങ്കയുടെ മുൻപിലോ ആർക്ക് നിൽക്കാം? മറിഞ്ഞ സ്നേഹത്തിലും തുറന്ന ശാസന നല്ലത്. സ്നേഹിതൻ വരുത്തുന്ന മുറിവുകൾ വിശ്വസ്തതയുടെ ബലം. ശത്രുവിന്റെ ചുംബനങ്ങളോ കണക്കിലധികം. തിന്നു തൃപ്തനായവൻ തേൻകട്ടയും ചവിട്ടി കളയുന്നു. വിശപ്പുള്ളവനോ കയ്പുള്ളതൊക്കെ മധുരം. കൂടുവിട്ടലയുന്ന പക്ഷിയും നാടുവിട്ടുള്ളുന്ന മനുഷ്യനും ഒരുപോലെ. തൈലവും ധൂപവും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. ഹൃദയാലോചനയുള്ള സ്നേഹിതന്റെ മാധുര്യവും അങ്ങനെ തന്നെ. നിന്റെ സ്നേഹിതനെയും അപ്പന്റെ സ്നേഹിതനെയും ഉപേക്ഷിക്കരുത്. തന്റെ കഷ്ടകാലത്ത് സഹോദരന്റെ വീട്ടിൽ പോവുകയും അരുത്. ദൂരത്തെ സഹോദരനിലും സമീപത്തെ അയൽക്കാരൻ നല്ലത്. മകനെ, എന്നെ നിന്ദിക്കുന്നവരോട് ഞാൻ ഉത്തരം പറയേണ്ടതിന് നീ ജ്ഞാനിയായ എന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുക. വിവേകമുള്ളവൻ അനർത്ഥം കണ്ട് ഒളിച്ചുകൊള്ളുന്നു. അല്പബുദ്ധികളോ നേരെ ചെന്ന് ഛേദപ്പെടുന്നു. അന്യനു വേണ്ടി ജാമ്യം നിൽക്കുന്നവന്റെ വസ്ത്രം എടുത്തുകൊള്ളുക. പരിസ്ത്രീക്ക് വേണ്ടി ഉത്തരവാദിയാകുന്നവനോട് പണയം വാങ്ങുക. അധികാലത്ത് എഴുന്നേറ്റ് സ്നേഹിതനെ ഉച്ചത്തിൽ അനുഗ്രഹിക്കുന്നവന് അത് ശാപമായി എണ്ണപ്പെടും. പെരുമഴയുള്ള ദിവസത്തിൽ ഇടപെടാത്ത ചോർച്ചയും കലഹക്കാരിയെ സ്ത്രീയും ഒരുപോലെ. അവളെ ഒതുക്കുവാൻ നോക്കുന്നവൻ കാറ്റിനെ ഒതുക്കുവാൻ നോക്കുന്നു. അവന്റെ വലങ്കൈ കൊണ്ട് എണ്ണയെ പിടിക്കുവാൻ പോകുന്നു. ഇരുമ്പ് ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു, മനുഷ്യൻ മനുഷ്യന് മൂർച്ച കൂട്ടുന്നു. അത്തി കാക്കുന്നവൻ അതിന്റെ പഴം തിന്നും. യജമാനെ സൂക്ഷിക്കുന്നവൻ ബഹുമാനിക്കപ്പെടും. വെള്ളത്തിൽ മുഖത്തിനൊത്തവണ്ണം മുഖത്തെ കാണുന്നു. മനുഷ്യൻ തന്റെ ഹൃദയത്തിനൊത്തവണ്ണം മനുഷ്യനെ കാണുന്നു. പാതാളത്തിനും നരകത്തിനും ഒരിക്കലും തൃപ്തി വരുന്നില്ല. മനുഷ്യന്റെ കണ്ണിന് ഒരിക്കലും തൃപ്തി വരുന്നില്ല. വെള്ളിക്ക് പുടവും പൊന്നിന് മൂശയും ശോധന, മനുഷ്യനോ അവന്റെ പ്രശംസ. ഭോഷനെ ഉരുളിട്ട് ഉലക്ക കൊണ്ട് അവൽ പോലെ ഇടിച്ചാലും അവന്റെ ഭോഷത്വം വിട്ടുമാറുകയില്ല. നിന്റെ ആടുകളുടെ അവസ്ഥ അറിയുവാൻ ജാഗ്രതയായിരിക്കുക. നിന്റെ കന്നുകാലുകളിൽ നന്നായി ദൃഷ്ടി വയ്ക്കുക. സമ്പത്ത് എന്നേക്കും ഇരിക്കുന്നതല്ലോ. കിരീടം തലമുറയോളം ഇരിക്കുമോ? പുല്ല് എത്തി കൊണ്ടുപോകുന്നു. ഇളം പുല്ല് മുളച്ചു വരുന്നു. പർവ്വതങ്ങളിലെ സസ്യങ്ങളെ ശേഖരിക്കുന്നു.
കുഞ്ഞാടുകൾ നിനക്ക് ഉടുപ്പിനും കോലാടുകൾ നിലത്തിന്റെ വിലയ്ക്കും ഉതകും. കോലാടുകളുടെ പാൽ നിന്റെ ആഹാരത്തിനും നിന്റെ ഭവനക്കാരുടെ അഹോവൃത്തിക്കും നിന്റെ ദാസിമാരുടെ ഉപജീവനത്തിനും മതിയാകും. അധ്യായം 28. ആരും ഓടിക്കാതെ ദുഷ്ടന്മാർ ഓടിപ്പോകുന്നു, നീതിമാന്മാരോ ബാലസിംഹം പോലെ നിർഭയമായിരിക്കുന്നു. ദേശത്തെ അതിക്രമം നിമിത്തം അതിലെ പ്രഭുക്കന്മാർ പലരായിരിക്കുന്നു. ബുദ്ധിയും പരിജ്ഞാനവും ഉള്ളവർ മുഖാന്തരമോ അതിന്റെ വ്യവസ്ഥ ദീർഘമായി നിൽക്കുന്നു. അഗതികളെ പീഡിപ്പിക്കുന്ന ദരിദ്രൻ വിളവിനെ വെച്ചേക്കാതെ ഒഴുക്കിക്കളയുന്ന മഴ പോലെയാകുന്നു. ന്യായപ്രമാണത്തെ ഉപേക്ഷിക്കുന്നവർ ദുഷ്ടനെ പ്രശംസിക്കുന്നു, ന്യായപ്രമാണത്തെ കാക്കുന്നവരോ അവരോട് എതിർക്കുന്നു. ദുഷ്ടന്മാർ ന്യായം തിരിച്ചറിയുന്നില്ല, യഹോവയെ അന്വേഷിക്കുന്നവരോ സകലവും തിരിച്ചറിയുന്നു. തന്റെ വഴികളിൽ വക്രന നടക്കുന്ന ധനവാനേക്കാൾ പരമാർത്ഥത്തിൽ നടക്കുന്ന ദരിദ്രൻ ഉത്തമൻ. ന്യായപ്രമാണത്തെ പ്രമാണിക്കുന്നവൻ ബുദ്ധിയുള്ള മകൻ. അതിപക്ഷകന്മാർക്ക് സഖിയായവനോ അപ്പനെ അവമാനിക്കുന്നു. പലിശയും ലാഭവും വാങ്ങി സമ്പത്ത് വർദ്ധിപ്പിക്കുന്നവൻ അഗതികളോട് കൃപാലുവായതിനു വേണ്ടി അത് ശേഖരിക്കുന്നു. ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവന്റെ പ്രാർത്ഥന തന്നെ വെറുപ്പാകുന്നു. നേരുള്ളവരെ ദുർമാർഗത്തിലേക്ക് തെറ്റിക്കുന്നവൻ താൻ കുഴിച്ച കുഴിയിൽ തന്നെ വീഴും. നിഷ്കളങ്കന്മാരോ നന്മ അവകാശമാകും. ധനവാൻ തനിക്ക് തന്നെ ജ്ഞാനിയായി തോന്നുന്നു, ബുദ്ധിയുള്ള അഗതിയോ അവനെ ചോദന ചെയ്യുന്നു. നീതിമാന്മാർ ജയഘോഷം കഴിക്കുമ്പോൾ മഹോത്സവം, ദുഷ്ടന്മാർ ഉയർന്നു വരുമ്പോഴോ ആളുകൾ ഒളിച്ചുകൊള്ളുന്നു. തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. എപ്പോഴും ഭയത്തോട്ടിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, ഹൃദയത്തെ കഠിനമാക്കുന്നവനോ അനർത്ഥത്തിൽ അകപ്പെടും. അഗതികളിൽ കർത്തൃത്വം നടത്തുന്ന ദുഷ്ടൻ ഗർജിക്കുന്ന സിംഹത്തിനും മേലുതേടി നടക്കുന്ന കരടിക്കും തുല്യൻ. ബുദ്ധിഹീനനായ പ്രഭു മഹാപീഡകനുമാകുന്നു, ദ്രവ്യാഗ്രഹം വെറുക്കുന്നവനോ ദീർഘായുസോടെ ഇരിക്കും. രക്തപാതക ഭാരം ചുമക്കുന്നവൻ കുഴിയിലേക്ക് ബന്ധപ്പെടും, അവനെ ആരും തടുക്കരുത്. നിഷ്കളങ്കനായി നടക്കുന്നവൻ രക്ഷിക്കപ്പെടും, നടപ്പിൽ വക്രതയുള്ളവനോ പെട്ടെന്ന് വീഴും. നിലം കൃഷി ചെയ്യുന്നവന് ആഹാരം സമൃദ്ധിയായി കിട്ടും, നിസാരന്മാരെ പിൻചെല്ലുന്നവനോ വേണ്ടുവോളം ദാരിദ്ര്യം അനുഭവിക്കും. വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണൻ, ധനവാനാകേണ്ടതിന് ബന്ധപ്പെടുന്നവനോ ശിക്ഷ വരാതിരിക്കുകയില്ല. മുഖദാക്ഷിണ്യം കാണിക്കുന്നതല്ല, ഒരു കഷ്ണം അപ്പത്തിനായ മനുഷ്യൻ അന്യായം ചെയ്യും. കണ്ണുകടിയുള്ളവൻ ധനവാനാകുവാൻ ബന്ധപ്പെടുന്നു, ബുദ്ധിമുട്ട് വരുമെന്ന് അവൻ അറിയുന്നതുമില്ല. ചക്കരവാക്ക് പറയുന്നവനേക്കാൾ ശാസിക്കുന്നവന് പിന്നീട് പ്രീതി ലഭിക്കും. അപ്പനോടോ അമ്മയോടോ പിടിച്ചു പറിച്ചിട്ട് അത് അക്രമമല്ല എന്ന് പറയുന്നവൻ നാശകന്റെ സഖി. അത്യാഗ്രഹമുള്ളവൻ വഴക്കുണ്ടാക്കുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവനോ പുഷ്ടി പ്രാപിക്കും. സ്വന്തം ഹൃദയത്തിൽ ആശ്രയിക്കുന്നവൻ മൂഢൻ, ജ്ഞാനത്തോടെ നടക്കുന്നവനോ രക്ഷിക്കപ്പെടും. ദരിദ്രന് കൊടുക്കുന്നവന് കുറച്ചിലുണ്ടാകുകയില്ല, കണ്ണ് അടച്ചു കളയുന്നവനോ ഏറിയൊരു ശാപം ഉണ്ടാകും. ദുഷ്ടന്മാർ ഉയർന്നു വരുമ്പോൾ ആളുകൾ ഒളിച്ചുകൊള്ളുന്നു, അവർ നശിക്കുമ്പോഴോ നീതിമാന്മാർ വർദ്ധിക്കുന്നു. അധ്യായം 29. കൂടെ കൂടെ ശാസന കേട്ടിട്ടും ചാട്ടി കാണിക്കുന്നവൻ നീക്കുപോക്കില്ലാതെ പെട്ടെന്ന് നശിച്ചു പോകും. നീതിമാന്മാർ വർദ്ധിക്കുമ്പോൾ ജനം സന്തോഷിക്കുന്നു, ദുഷ്ടൻ ആധിപത്യം നടത്തുമ്പോഴോ ജനം നെടുവീർപ്പെടുന്നു. ജ്ഞാനത്തിൽ ഇഷ്ടപ്പെടുന്നവൻ തന്റെ അപ്പനെ സന്തോഷിപ്പിക്കുന്നു, വേശ്യകളോട് സഹവാസം ചെയ്യുന്നവനോ തന്റെ സമ്പത്ത് നശിപ്പിക്കുന്നു. രാജാവ് ന്യായപാലനത്താൽ രാജ്യത്തെ നിലനിർത്തുന്നു, നികുതി വർദ്ധിപ്പിക്കുന്നവനോ അതിനെ നശിപ്പിക്കുന്നു. കൂട്ടുകാരനോട് മുഖസ്തുതി പറയുന്നവൻ അവന്റെ കാലിന് ഒരു വലവിരിക്കുന്നു. ദുഷ്കർമ്മി തന്റെ ലംഘനത്തിൽ കൊടുക്കുന്നു, നീതിമാനോ ഘോഷാനന്ദിക്കുന്നു. നീതിമാൻ അഗതികളുടെ കാര്യം പറയുന്നു, ദുഷ്ടനോ പരിജ്ഞാനം ഇന്നറിയുന്നില്ല. പരിഹാസികൾ പട്ടണത്തിൽ കോപാഗ്നി ജലിപ്പിക്കുന്നു, ജ്ഞാനികളോ ക്രോധത്തെ ശമിപ്പിക്കുന്നു. ജ്ഞാനിക്കും ഭോഷനും തമ്മിൽ വാഗ്വാദമുണ്ടായിട്ട് അവൻ കോപിച്ചാലോ ചിരിച്ചാലോ ശമനം വരികയില്ല. രക്തപാതകന്മാർ നിഷ്കളങ്കനെ ദ്വേഷിക്കുന്നു, നേരുള്ളവരോ അവന്റെ പ്രാണരക്ഷ അന്വേഷിക്കുന്നു. മൂഢൻ തന്റെ കോപത്തെ മുഴുവനും വെളിപ്പെടുത്തുന്നു, ജ്ഞാനിയോ അതിനെ അടക്കി ശമിപ്പിക്കുന്നു. അധിപതി നുണ കേൾക്കുവാൻ തുടങ്ങിയാൽ അവന്റെ വൃത്യന്മാരൊക്കെയും ദുഷ്ടന്മാരാകും.
ദരിദ്രനും പീഡകനും തമ്മിൽ എതിർപ്പെടുന്നു. ഇരുവരുടെയും കണ്ണ് യഹോവ പ്രകാശിപ്പിക്കുന്നു. അഗതികൾക്ക് വിശ്വസ്തയോടെ ന്യായപാലനം ചെയ്യുന്ന രാജാവിന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമായിരിക്കും. വടിയും ശാസനയും ജ്ഞാനത്തെ നൽകുന്നു. തനിഷ്ടത്തിന് വിട്ടിരുന്ന ബാലനോ അമ്മയ്ക്ക് ലജ്ജ വരുത്തുന്നു. ദുഷ്ടന്മാർ പെരുകുമ്പോൾ അതിക്രമം പെരുകുന്നു. നീതിമാന്മാരോ അവരുടെ വീഴ്ച കാണും. നിന്റെ മകനെ ശിക്ഷിക്കുക, അവൻ നിനക്ക് ആശ്വാസമായി തീരും. അവൻ നിന്റെ മനസ്സിന് പ്രമോദം വരുത്തും. വെളിപ്പാട് ഇല്ലാത്തിടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു. ന്യായപ്രമാണം കാത്തുകൊള്ളുന്നവനോ ഭാഗ്യവാൻ. ദാസനെ ഗുണയിരിക്കുവാൻ വാക്കുമാത്രം പോരാ, അവനത് ഗ്രഹിച്ചാലും കൂട്ടാകയില്ലല്ലോ. വാക്കിൽ ബദ്ധപ്പാടുള്ള മനുഷ്യനെ നീ കാണുന്നു, അവനേക്കാൾ മൂഢനെ കുറിച്ച് അധികം പ്രത്യാശയുണ്ട്. ദാസനെ ബാല്യം മുതൽ ലാളിച്ച് വളർത്തുന്നവനോട് അവനൊടുക്കം ദുശാഠ്യം കാണിക്കും. കോപമുള്ളവൻ വഴക്കുണ്ടാക്കുന്നു, ക്രോധമുള്ളവൻ അതിക്രമം വർദ്ധിപ്പിക്കുന്നു. മനുഷ്യന്റെ ഗർവം അവനെ താഴ്ത്തി കളയും, മനോവിനയമുള്ളവനോ മാനം പ്രാപിക്കും. കളനുമായി പങ്കുകൂടുന്നവൻ സ്വന്തം പ്രാണനെ പായിക്കുന്നു. അവൻ സത്യവാചകം കേൾക്കുന്നു, ഒന്നും പ്രസ്താവിക്കുന്നില്ല താനും. മാനുഷഭയം ഒരു കെണിയാകുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവനോ രക്ഷ പ്രാപിക്കും. അനേകർ അധിപതിയുടെ മുഖപ്രസാദം അന്വേഷിക്കുന്നു, മനുഷ്യന്റെ ന്യായവിധിയോ യഹോവയാൽ വരുന്നു. നീതികെട്ടവൻ നീതിമാന്മാർക്ക് വെറുപ്പ്, സന്മാർഗി ദുഷ്ടന്മാർക്കും വെറുപ്പ്. അധ്യായം 30. യാബ്ദിയുടെ മകനായ ആഗൂരിന്റെ വചനങ്ങൾ. ഒരരുളപ്പാട്. ആ പുരുഷന്റെ വാക്യമാണിത്: ദൈവമേ, ഞാൻ അധ്വാനിച്ചു. ദൈവമേ, ഞാൻ അധ്വാനിച്ച് ക്ഷയിച്ചിരിക്കുന്നു. ഞാൻ സകല മനുഷ്യരിലും മൃഗപ്രായനത്രേ. മാനുഷബുദ്ധി എനിക്കില്ല. ഞാൻ ജ്ഞാനം അഭ്യസിച്ചിട്ടില്ല. പരിശുദ്ധനായവന്റെ പരിജ്ഞാനം എനിക്കില്ല. സ്വർഗത്തിൽ കയറുകയും ഇറങ്ങി വരികയും ചെയ്തവനാര്? കാറ്റിനെ തന്റെ മുഷ്ടിയിൽ പിടിച്ചടക്കിയവനാര്? വെള്ളങ്ങളെ വസ്ത്രത്തിൽ കെട്ടിയവനാര്? ഭൂമിയുടെ അറുതികളെയൊക്കെ നിയമിച്ചവനാര്? അവന്റെ പേരെന്ത്? അവന്റെ മകന്റെ പേരെന്ത്? നിനക്കറിയാമോ? ദൈവത്തിന്റെ സകല വചനവും ശുദ്ധിയേതാവുന്നു. തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിധി തന്നെ. അവന്റെ വചനങ്ങളോട് നീ ഒന്നും കൂട്ടരുത്. അവൻ നിന്നെ വിസ്തരിച്ചിട്ട് നീ കളനാകുവാൻ ഇടവരരുത്. രണ്ടു കാര്യം ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു, ജീവപര്യന്തം അവ എനിക്ക് നിഷേധിക്കരുതേ. വ്യാജവും ഭോഷ്കും എന്നോട് അകറ്റണമേ. ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമേ. ഞാൻ തൃപ്തനായി തീർന്നിട്ട് യഹോവ ആരെന്ന് നിന്നെ നിഷേധിക്കുവാനും, ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ച് എന്റെ ദൈവത്തിന്റെ നാമത്തെ തീണ്ടിക്കുവാനും സംഗതി വരരുതേ. ദാസനെ കുറിച്ച് യജമാനോട് ഏഷ്ടി പറയരുത്. അവൻ നിന്നെ ശപിക്കുവാനും നീ കുറ്റക്കാരനായി തീരുവാനും ഇടവരരുത്. അപ്പനെ ശപിക്കുകയും അമ്മയെ അനുഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്നൊരു തലമുറ, തങ്ങൾക്ക് തന്നെ നിർമ്മലരായി തോന്നുന്നവരും അസ്ഥി കഴുകിക്കളയാത്തവരുമായൊരു തലമുറ. അയ്യോ, ഈ തലമുറയുടെ കണ്ണുകൾ എത്ര ഉയർന്നിരിക്കുന്നു! അവരുടെ കണ്ണിമകൾ എത്ര പൊങ്ങിയിരിക്കുന്നു! എളിയവരെ ഭൂമിയിൽ നിന്നും ദരിദ്രരെ മനുഷ്യരുടെ ഇടയിൽ നിന്നും തിന്നുകളയുവാൻ തക്കവണ്ണം മുൻപല്ല് വാളായും മണപ്പല്ല് കത്തിയായും ഇരിക്കുന്ന ഒരു തലമുറ. കന്നട്ടയ്ക്ക് തരിക തരിക എന്ന് 2 പുത്രിമാരുണ്ട്. ഒരിക്കലും തൃപ്തി വരാത്തത് 3 ഉണ്ട്. മതി എന്ന് പറയാത്തത് 4 ഉണ്ട്. പാതാളവും വന്യയുടെ ഗർഭപാത്രവും വെള്ളം കുടിച്ച് തൃപ്തി വരാത്ത ഭൂമിയും മതി എന്ന് പറയാത്ത തീയും തന്നെ. അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ തോട്ടരികത്തെ കാക്ക കൊത്തിപ്പറിക്കുകയും കഴുകൻ കുഞ്ഞുങ്ങൾ തിന്നുകയും ചെയ്യും. എനിക്ക് അതിവിസ്മയമായി തോന്നുന്നത് 3 ഉണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാത്തത് 4 ഉണ്ട്. ആകാശത്ത് കഴുകന്റെ വഴിയും പാറമേൽ സർപ്പത്തിന്റെ വഴിയും സമുദ്രമധ്യേ കപ്പലിന്റെ വഴിയും കന്യകയുടെ കൂടെ പുരുഷന്റെ വഴിയും തന്നെ. വ്യഭിചാരിയുടെ വഴിയും അങ്ങനെ തന്നെ. അവൾ തിന്ന് വായ തുടച്ചിട്ട് ഞാനൊരു ദോഷവും ചെയ്തിട്ടില്ലെന്ന് പറയുന്നു. 3 നിമിത്തം ഭൂമി ഉറയ്ക്കുന്നു, 4 നിമിത്തം അതിന് സഹിച്ചുകൂടാ. ദാസൻ രാജാവായാൽ അവന്റെ നിമിത്തവും, ഭോഷൻ നിന്ന് തൃപ്തനായാൽ അവന്റെ നിമിത്തവും, വിലക്ഷണയ്ക്ക് വിവാഹം കഴിഞ്ഞാൽ അവളുടെ നിമിത്തവും, ദാസി യജമാനത്തിയുടെ സ്ഥാനം പ്രാപിച്ചാൽ അവളുടെ നിമിത്തവും തന്നെ.
ഭൂമിയിൽ എത്രയും ചെറിയവയെങ്കിലും അത്യന്തം ജ്ഞാനമുള്ളവയായി 4 ഉറുമ്പ് ബലഹീന ജാതിയെങ്കിലും അത് വേനൽക്കാലത്ത് ആഹാരം സമ്പാദിച്ചു വെക്കുന്നു. കുഴിമുയൽ ശക്തിയില്ലാത്ത ജാതിയെങ്കിലും അത് പാറയിൽ പാർപ്പിടമുണ്ടാക്കുന്നു. വെട്ടിക്കിളിക്ക് രാജാവില്ല എങ്കിലും അതൊക്കെയും അണിയണിയായി പുറപ്പെടുന്നു. പല്ലിയെ കൈകൊണ്ട് പിടിക്കാം എങ്കിലും അത് രാജാക്കന്മാരുടെ അരമനകളിൽ പാർക്കുന്നു. ചന്തമായി നടകൊള്ളുന്നത് 3, ചന്തമായി നടക്കുന്നത് 4. മൃഗങ്ങൾ വെച്ച് ശക്തിയേറിയതും ഒന്നിനും വഴി മാറാത്തതുമായ സിംഹവും നായാട്ട് നായയും കോലാട്ട് കൊച്ചിനും സൈന്യസമേതനായ രാജാവും തന്നെ. നീ നിഗളിച്ച് ഭോഷിതം പ്രവർത്തിക്കുകയോ ദോഷം നിരൂപിക്കുകയോ ചെയ്തു പോയെങ്കിൽ കൈകൊണ്ട് വായ്പൊത്തിക്കൊള്ളുക. പാൽ കടഞ്ഞാൽ വെണ്ണയുണ്ടാകും, മൂക്ക് ഞെക്കിയാൽ ചോര വരും, കോമിളക്കിയാൽ വഴക്കുണ്ടാകും. അധ്യായം 31. ലെമുവേൽ രാജാവിന്റെ വചനങ്ങൾ. അവന്റെ അമ്മ അവന് ഉപദേശിച്ചു കൊടുത്ത അരുളപ്പാട്. മകനെ എന്ത്? ഞാൻ പ്രസവിച്ച മകനെ എന്ത്? എന്റെ നേർച്ചകളുടെ മകനെ എന്ത്? സ്ത്രീകൾക്ക് നിന്റെ ബലത്തെയും രാജാക്കന്മാരെ നശിപ്പിക്കുന്നവർക്ക് നിന്റെ വഴികളെയും കൊടുക്കരുത്. വീഞ്ഞു കുടിക്കുന്നത് രാജാക്കന്മാർക്ക് കൊള്ളരുത്. ലെമുവേലെ, രാജാക്കന്മാർക്ക് അത് കൊള്ളരുത്. മദ്യാസക്തി പ്രഭുക്കന്മാർക്ക് കൊള്ളരുത്. അവർ കുടിച്ചിട്ട് നിയമം മറന്നുപോകുവാനും അരിഷ്ടന്മാരുടെ ന്യായം മറിച്ചു കളയുവാനും ഇടവരരുത്. നശിക്കാറായിരിക്കുന്നവന് മദ്യവും മനോവ്യസനമുള്ളവന് വീഞ്ഞും കൊടുക്കുക. അവൻ കുടിച്ചിട്ട് തന്റെ ദാരിദ്ര്യം മറക്കുകയും തന്റെ അരിഷ്ടത ഓർക്കാതിരിക്കുകയും ചെയ്യട്ടെ. ഊമന് വേണ്ടി നിന്റെ വായ് തുറക്കുക, ക്ഷയിച്ചു പോകുന്ന ഏവരുടെയും കാര്യത്തിൽ തന്നെ. നിന്റെ വായ് തുറന്ന് നീതിയോടെ ന്യായം വിധിക്കുക. എളിയവനും ദരിദ്രനും ന്യായപാലനം ചെയ്തു കൊടുക്കുക. സാമർത്ഥ്യമുള്ള ഭാര്യ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളിലുമേറും. ഭർത്താവിന്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു, അവന്റെ ലാഭത്തിന് ഒരു കുറവുമില്ല. അവൾ തന്റെ ആയുഷ്കാലമൊക്കെയും അവന് തിന്മയല്ല നന്മ തന്നെ ചെയ്യുന്നു. അവൾ ആട്ടുരോമവും ചണവും സമ്പാദിച്ച് താല്പര്യത്തോടെ കൈകൊണ്ട് വേല ചെയ്യുന്നു. അവൾ കച്ചവടക്കപ്പൽ പോലെയാകുന്നു, ദൂരത്ത് നിന്ന് ആഹാരം കൊണ്ടുവരുന്നു. അവൾ നന്നാ രാവിലെ എഴുന്നേറ്റ് വീട്ടിലുള്ളവർക്ക് ആഹാരവും വേലക്കാരികൾക്ക് ഓഹരിയും കൊടുക്കുന്നു. അവളൊരു നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് അത് മേടിക്കുന്നു. കൈനേട്ടം കൊണ്ട് അവളൊരു മുന്തിരിത്തോട്ടമുണ്ടാക്കുന്നു. അവൾ ബലം കൊണ്ട് അരമുറുക്കുകയും ഭുജങ്ങളെ ശക്തീകരിക്കുകയും ചെയ്യുന്നു. തന്റെ വ്യാപാരം ആദായമുള്ളതെന്ന് അവൾ ഗ്രഹിക്കുന്നു. അവളുടെ വിളക്ക് രാത്രിയിൽ കെട്ടുപോകുന്നതുമില്ല. അവൾ വിടുതലയ്ക്ക് കൈ നീട്ടുന്നു, അവളുടെ വിരൽ കതിർ പിടിക്കുന്നു. അവൾ തന്റെ കൈ എളിയവർക്ക് തുറക്കുന്നു, ദരിദ്രന്മാരുടെ അടുക്കിലേക്ക് കൈ നീട്ടുന്നു. തന്റെ വീട്ടുകാരെ ചൊല്ലി അവൾ ഹിമത്തെ പേടിക്കുന്നില്ല. അവളുടെ വീട്ടിലുള്ളവർക്കൊക്കെയും ചുവപ്പ് കമ്പിളി ഉണ്ടല്ലോ. അവൾ തനിക്ക് പരവതാനി ഉണ്ടാക്കുന്നു, ചണപടവും ധൂമ്രവസ്ത്രവും അവളുടെ ഉടുപ്പ്. ദേശത്തിലെ മൂപ്പന്മാരുടെ കൂടെ ഇരിക്കുമ്പോൾ അവളുടെ ഭർത്താവ് പട്ടണവാതിൽക്കൽ പ്രസിദ്ധനാകുന്നു. അവൾ ചണവസ്ത്രമുണ്ടാക്കി വിൽക്കുന്നു, അരക്കച്ചയുണ്ടാക്കി കച്ചവടക്കാരനെ ഏൽപ്പിക്കുന്നു. ബലവും മഹിമയും അവളുടെ ഉടുപ്പ്. ഭാവി കാലം ഓർത്ത് അവൾ പുഞ്ചിരിയിടുന്നു. അവൾ ജ്ഞാനത്തോടെ വായു തുറക്കുന്നു, ദയുള്ള ഉപദേശം അവളുടെ നാവിന്മേലുണ്ട്. വീട്ടുകാരുടെ പെരുമാറ്റം അവൾ സൂക്ഷിച്ചു നോക്കുന്നു, വെറുതെ ഇരുന്ന് അഹോവൃത്തി കഴിക്കുന്നില്ല. അവളുടെ മക്കൾ എഴുന്നേറ്റ് അവളെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തുന്നു. അവളുടെ ഭർത്താവും അവളെ പ്രശംസിക്കുന്നത്. അനേകം ധരണികൾ സാമർത്ഥ്യം കാണിച്ചിട്ടുണ്ട്, നീയോ അവരെല്ലാവരിലും ശ്രേഷ്ഠയായിരിക്കുന്നു. ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു. യഹോഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. അവളുടെ കൈകളുടെ ബലം അവൾക്ക് കൊടുക്കുവിൻ. അവളുടെ സ്വന്തം പ്രവൃത്തികൾ പട്ടണവാതിൽക്കൽ അവളെ പ്രശംസിക്കട്ടെ.